ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 4:16 തിരുവചനമനുസരിച്ച് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യാശയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ പ്രത്യാശയോടുകൂടി നമുക്ക് സമീപിക്കാം. ദൈവമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം ഈ സമയം നമുക്ക് യാചിക്കാം. തക്ക സമയത്ത് ദൈവമാതാവ് പുത്രനോട് പറഞ്ഞ് നമ്മുടെ വിഷയങ്ങളിൽ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായി ഈ അൾത്താരയിൽ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്